ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരൊറ്റ തവണ വലിയ വലിയ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ലക്ഷങ്ങളും കോടികളൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആവശ്യമുള്ളത്. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റില് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏകദേശം ഒരു 100 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് വന്നൊരു കമ്പനിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റും എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച ശേഷമാണ് ഈ ഒരു ബിസിനസിനെ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റുകളെ ഒക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പല കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം ഒറ്റത്തവണ ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരത്തിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമ്മൾ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡിയും പാൻ കാർഡ്, ആധാർ കാർഡും ബാങ്കിന്റെ ഡീറ്റെയിൽസും നമുക്ക് ബാക്കിയുള്ള കമ്പനികളിലൊന്നും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരില്ല. കാരണം അവിടെ ഒന്നും ഒരിക്കലും നമുക്ക് കമ്മീഷനോ അല്ലെങ്കിൽ ഒരു വരുമാനോ തരാൻ ഒരു കോർപ്പറേറ്റ് കമ്പനികളും ഉദ്ദേശിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽഡ് ആവശ്യമേ ഇല്ല. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരത്തില് നമുക്ക് ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസും കൂടി കൊടുക്കുന്നത് നമ്മൾ റെഫർ ചെയ്യുന്ന ആളുകളിലൂടെ നമുക്ക് ഇവിടെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ പ്ലാനിൽ പറഞ്ഞ പോലെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു റെഫറൽ ഇൻകം ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലാതെ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ലാതെ സാധാരണപ്പെട്ട ആളുകൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഫിജിക്കാർട്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സാധനം ഇതാണ്. അപ്പോ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ധൈര്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ ധൈര്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ബോബി സാറ് മാത്രമായിരിക്കും. കാരണം ഫിജിക്കാർട്ട് അല്ലാത്ത മറ്റ് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മലങ്കര സൊസൈറ്റി പോലെ, അതുപോലെ നിധി ലിമിറ്റഡ്, ചിട്ടീസ്, അതുപോലെ ഓക്സിജൻ റിസോർട്ടുകള്, ജ്വല്ലറികള്, ഏകദേശം ഒരു 46 കൂടുതൽ ജ്വല്ലറികൾ കേരളത്തിന്റെ അകത്ത് തന്നെ ഉണ്ട്. അതിൽ കൂടുതൽ അകത്തും പുറത്തുമായിട്ടുണ്ട്. അപ്പോ ഇന്റർനാഷണൽ ജ്വല്ലറികൾ അമേരിക്കയിലും യു എയിലും ഒക്കെ ജ്വല്ലറികളും ഷോറൂമുകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി. ബോച്ചെ 1000 ഏക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ റിസോർട്ട് ശൃംഖലകള്, ഇതെല്ലാം കാരവൻ ടൂറിസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. ഞാൻ ആലോചിച്ചത് ഇതാണ്, എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ കുറ്റം പറയുന്ന ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്? അതിനുള്ള ഉത്തരവും വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു മേഖലയിലൂടെ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് കോടീശ്വരനാവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം, അതും പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം ഇത്രയും ലക്ഷം രൂപയൊക്കെ എന്നെ വിശ്വസിച്ച് എന്റെ വീട്ടുകാർ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറയാൻ പറ്റും, ഇല്ല, തരില്ല. ആ പൈസ ഉണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടൂടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തൂടെ എന്നുള്ള സാധനമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. തരില്ല. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാന് എന്ന് മാത്രമല്ല ഒരുവിധം ഒരു 99% സ്ത്രീകളാണെങ്കിലും കിട്ടില്ല. പുരുഷന്മാരാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലൊരു 1-2% എന്ത് ചെയ്യുള്ളൂ, കുറയുള്ളൂ. ഞാൻ കണ്ട ആളുകളും എന്നോട് അസോസിയേറ്റ് ചെയ്ത ആളുകളൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതിൽ വലിയ റിസ്ക്കും ഉണ്ട്. 10 ലക്ഷം നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഒരു സാധാരണ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ മിനിമം 1 ലക്ഷം ഇല്ലാതെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാല് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തില് നമ്മള് വീട്ടില് ഉപ്പ് വാങ്ങിക്കുന്നുണ്ട്, പഞ്ചസാര വാങ്ങിക്കുന്നുണ്ട്, ചായപ്പൊടി വാങ്ങിക്കുന്നുണ്ട്, മരിക്കോളം നമുക്ക് പല്ല് വയ്ക്കണം, പേസ്റ്റ് വാങ്ങിക്കാനുണ്ട്, സോപ്പ് വാങ്ങിക്കാനുണ്ട്, ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്, ബെഡ്ഷീറ്റ് വാങ്ങാറുണ്ട്, ഈ പറയുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പലതും പല സമയങ്ങളിൽ ഒരു മാസത്തിൽ ദിവസവും ചിലപ്പോ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. 200-നും 300-നും ഒക്കെ. ചിലപ്പോ മാസത്തിൽ ഒരിക്കൽ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. ഒന്നിച്ച ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. എന്തായാലും ഒന്നുറപ്പാണ്, മരിക്കുവോളം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പല കമ്പനികളുടെ പല ബ്രാൻഡുകളായിട്ട്, ഇപ്പൊ ഇന്ന് നമുക്കൊരു 10-30 വയസ്സുണ്ടെങ്കിൽ, 25 വയസ്സുണ്ടെങ്കിൽ, ഒരു 18 വയസ്സുണ്ടെങ്കിൽ, ഒരു 60 വയസ്സുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വാങ്ങുകയും വേണം, അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആജീവനാന്ത കസ്റ്റമറാണ്. ആജീവനാന്ത കസ്റ്റമറാണ്. എന്നാൽ ഇതേ കസ്റ്റമർ ഫിജിക്കാർട്ട് എന്ന കമ്പനിയിലും ഇതേ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിനേക്കാൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഈ ഒരൊറ്റ തവണ നമ്മൾ ഒന്ന് ബ്രാൻഡ് മാറ്റുന്ന സമയത്ത്, നമ്മളിപ്പോ കോൾഗേറ്റ് ഒക്കെ ജനിക്കുമ്പോഴേ നമ്മൾ കൊണ്ടുവന്ന സാധനമല്ല അല്ലെ. ആദ്യം ഞാൻ എന്റെ ഒരു ഓർമ്മ നോക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ കോൾഗേറ്റിന്റെ പൊടിയായിരുന്നു ഒരു ടിന്നില്. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് പേസ്റ്റ് രൂപത്തിലായി.
പിന്നീട് പിന്നെ അതിൽ ഉപ്പുണ്ടോ, മുളക് പൊടി ഉണ്ടോ, ഗ്രാമ്പു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പിന്നെ കോൾഗേറ്റിന്റെ വേർഷൻ. വെള്ള കളർ മാറി അത് റെഡ് കളറായി. പിന്നെ അതില് തന്നെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തു. കുട്ടികളുടെ വേറെ ഒരു ലൈന് കൊണ്ടുവന്നു. കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിനെ അട്രാക്ട് ചെയ്യാനുള്ള സാധനങ്ങള്. അങ്ങനെ അവര് തന്നെ വലിയൊരു വളർച്ച. ഇപ്പൊ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ ഒരുപാട് കാറ്റഗറി പ്രൊഡക്ട്സ്, ആ ഒരൊറ്റ പ്രൊഡക്റ്റിൽ തന്നെ പല വെറൈറ്റികൾ ഉണ്ടായി അല്ലെ. അപ്പൊ വലിയൊരു കാലഘട്ടം എടുത്തുകൊണ്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു 10-30 കൊല്ലമൊക്കെ എടുത്തുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. ഇതേപോലുള്ള പ്രൊഡക്ട്സുകൾ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിലും ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ മറ്റ് കമ്പനിയുടെ ബ്രാൻഡുകൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്, അതുപോലെ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതിലെ പല പ്രൊഡക്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ടാവുക. നമ്മൾ എങ്ങനെയാണോ മറ്റ് കമ്പനികളുടെ പ്രൊഡക്ട്സ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത്, അതുപോലെ ആദ്യമായിട്ട് ഒരൊറ്റ തവണ ഫിജിക്കാർട്ട് എന്ന ബിസിനസ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആജീവനാന്ത കസ്റ്റമർ അല്ല, നമ്മളിവിടെ ആജീവനാന്ത കമ്പനിയുടെ പാർട്ട്ണർ ആവുകയാണ്. ഒരു വരുമാനത്തിന്റെ വാതിൽ കൂടിയാണ് ഈ ഒരു ബിസിനസ് നമുക്ക് തുറന്നു തരുന്നത്. കാരണം ബോബി സാറെ സംബന്ധിച്ചോളം സാധാരണ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയെ കൊണ്ടുവന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല കമ്പനികളുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇത്രയും റിസ്ക് പിടിച്ചൊരു മേഖല തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു കമ്പനിയും എത്രയോ പ്രൊഡക്ട്സ് 500 കൂടുതൽ പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, സാധാരണ ജനങ്ങളിലേക്ക് കൂടി വരുമാനം എത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം അല്ലെ. ഇന്ന് പലരും ചിലപ്പോൾ ഇതിന്റെ അകത്ത് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി നോക്കുന്ന ആളുകളുണ്ടാവും, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും, ലേഡീസ് ഉണ്ടാവും ചെറിയ കുട്ടികളുള്ള സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റാത്ത. ഇപ്പൊ ഞാനൊക്കെ അതിന്റെ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓനൊക്കെ ആയ സമയത്ത് ഒരു 3 കൊല്ലമൊക്കെ ലോക്ക്ഡൌൺ പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്തതും ജോലിക്ക് കയറിയതും ഒക്കെ. ഒരു 10-17 കൊല്ലത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന മേഖലയിലേക്ക് കയറി വരാൻ. പക്ഷെ ആ സ്ട്രഗിൾ ഒക്കെ ആദ്യത്തെ മാസത്തെ സാലറി കിട്ടുന്നത് വരെയാണ് നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തെ മന്തിലെ സാലറി കിട്ടുമ്പോൾ അതിന് മുന്നത്തെ നമ്മൾ സീറോ ബാലൻസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ മാസത്തെ സാലറി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്ത ഫീലിംഗ് ഒക്കെ കിട്ടും. ഒരു 2-3 മാസം കഴിയുന്ന സമയത്ത് നമുക്ക് ഈ സന്തോഷം പതുക്കെ പതുക്കെ മാഞ്ഞ് സങ്കടമാവാൻ തുടങ്ങും. കാരണം നമുക്ക് കിട്ടുന്ന വരുമാനം തികയാത്ത ലെവലിലേക്ക് നമുക്ക് എത്തും. നമ്മളോടുള്ള എക്സ്പെക്ടേഷൻസും കമ്മിറ്റ്മെന്റ്സും ഒക്കെ നമുക്ക് ജോലി കിട്ടുന്നതോടുകൂടി മാറുന്നുള്ളതാണ്. ചെലവുകളിൽ മാറ്റം വരും, എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. അപ്പോ ആ ഒരു സാലറി തികയാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡൌണും കൂടി വന്നപ്പോ തൃപ്തിയായി. അങ്ങനെയാണ് ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കിട്ടിയ കച്ചത്തുരുമ്പിൽ എന്ത് ചെയ്തത്, കയറി പിടിച്ചത്. പക്ഷെ ഇതിന്റെ അകത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു മേഖലയും ഇതിന്റെ ഏറ്റവും വലിയൊരു സ്കോപ്പ് മനസ്സിലായത്. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. എന്താണ് പ്രവർത്തനം ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകള് നമ്മൾ ആർക്കൊക്കെയോ റെഫർ ചെയ്യുന്നു. ഇപ്പൊ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം, മഞ്ജു വാര്യരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പേര്. അതേപോലെ പല ഫിലിം സ്റ്റാറുകളും ഉപയോഗിക്കുന്ന പല ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിലൊക്കെ വരുന്ന